എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയും നന്ദയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നന്ദ പറഞ്ഞു, എന്നാലും നീ ഇത്രയ്ക്ക് ക്രൂരത ചെയ്യണ്ടായിരുന്നു പിങ്കി. നീ എന്ത് വൃത്തിയായിട്ട് പരിപാടിയെ കാണിച്ചേ? ആരെങ്കിലും ചെയ്യുന്ന പണിയാണ് കാണിച്ചെന്ന് ചോദിക്കാം. അല്ല, ഞാൻ എന്ത് ചെയ്യുന്ന നന്ദ പറയണേ? ദേ, മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് ഞാൻ ആരുമല്ലെന്ന് നീ ഒന്ന് കരുതണം നന്ദേന്നൊക്കെ പിങ്കി പറയണ. ആര് പറഞ്ഞു നിന്നോട് മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളണമെന്ന്? നീ കാണിച്ചുണ്ടല്ലോ മഹാമോശക്കാരായിട്ടുള്ള കാര്യമാണ്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന കാര്യത്തെക്കുറിച്ച്. അല്ല, സത്യമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയല്ലേ? നിർമ്മലിനെ ഓരോ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച നീയല്ലേ? കാരണം നിർമ്മലിനെ എവിടെയും കൂട്ടിക്കൊണ്ടു പോകുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, എല്ലാം നിനക്കറിയായിരുന്നു നിർമ്മലിന് നിന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ നീ അത് മനസ്സിലാക്കിയിട്ട് നീ എന്ത് ചെയ്യുവോ? നീ അത് അവനോട് ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറഞ്ഞില്ല. മനഃപൂർവ്വം നിന്റെ പുറകെ അവനെ നടത്തിച്ചു. അവസാനം വന്നു കഴിയുമ്പോഴത്തേനും നീ കാലും ആരുമല്ലേ ചെയ്തേ? ദൈവം പോലും പൊറുക്കുന്ന കാര്യമാണ് പിങ്കിന്ന് ചോദിക്കുക. പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നിർമ്മല തെറ്റിദ്ധരിച്ച് എന്റെ കുഴപ്പമില്ലെന്ന് പറയാ. ദേ പിങ്കി, വെറുതെ നീ പറയണ്ട. നീ ആരുടെയും വാക്ക് കേട്ടില്ലെന്നൊന്നും പറയണ്ട. നീ പലരുടെയും വാക്ക് കേട്ടാ പ്രവർത്തിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഗിരിജയിച്ചിട്ട് ഉപദേശിച്ച തന്ത്രമാണെന്നും ഇതറിയാം. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗൗതം സാറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീ ഇത് ചെയ്തേന്ന് പറയാ. ദേ, വെറുതെ അനാവശ്യം പറയുന്ന നന്ദേന്ന് പറയണം. ഞാൻ എന്താ അനാവശ്യം പറഞ്ഞേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയ പിങ്കി. രാമേശ്വരത്തിനുള്ള ടിക്കറ്റ് നീ സംഘടിപ്പിച്ച് നിർമ്മലിനെ ഒറ്റിക്കൊടുത്തിട്ടല്ലേ? നിന്നെ കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണായിരുന്നു. നീ ഇങ്ങനെ ചതിയിലൂടെ അവനെ പ്രണയിച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ ആത്മാർത്ഥമായിട്ടാ നിന്നെ സ്നേഹിച്ചേ. പക്ഷെ നീ അവസാനം കാലുവാരി കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ ഉള്ളിലെ ആത്മാർത്ഥ പോയില്ല. അപ്പോഴും അവൻ നിന്നെ സ്നേഹിച്ചോണ്ടിരുന്നു. അവനറിയില്ലായിരുന്നു നീ ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം. പക്ഷെ നിന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അതും കൂടി പോയി. കാരണം നീ അവനെ സ്നേഹിച്ചിട്ടില്ല. പക്ഷെ അവൻ അങ്ങനെയല്ല. അവന്റെ മനസ്സിൽ നിന്ന് ആ കരട് മാഞ്ഞിട്ടില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ട്. അത് മനസ്സിലാക്കാതെ പോയ ആള് നീയാണ്. ഇനി നിനക്ക് ഒരിക്കലും സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല പിങ്കി. നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി കഴിയുമ്പോ നീ അർജുനെയാണ് നീ മനസ്സിൽ നിന്ന് മറന്നു പോയിരിക്കുന്നത്. കാരണം ഗൗതം സാറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നീ നിർമ്മലിനെ ഉപയോഗിച്ചത്. പക്ഷെങ്കിൽ ആ സമയത്ത് നിന്റെ മനസ്സിൽ നിന്ന് അർജുൻ മാഞ്ഞുപോയി. ഇനിയിപ്പൊ നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിർമ്മലിനോട് പോയി സോറി പറയാന്ന് പറയാം. എന്തിന്? നീ സോറി പറഞ്ഞോണ്ടായോ? ഒരിക്കലും ആയില്ല. നിർമ്മലിന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. അവനെ ഒരു പാവമാണ്. അത് ആദ്യം കണ്ട നിമിഷത്തിൽ തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു. പക്ഷെ നീയാണ് അവനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത്. നീ ഇനിയാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ നിമിഷവും നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കും പിങ്കി. അവനില്ലാതെ വന്ന് കഴിയുമ്പോൾ നീ അവനെക്കുറിച്ച് ചിന്തിക്കും. നിന്റെ മനസ്സിൽ നീ അവനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കാണും. അല്ലെ കണ്ടോ, ഈ നന്ദയാ പറയണേന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോവാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിങ്കിക്ക് വല്ലാത്തൊരവസ്ഥയായി പോയി. പിന്നീട് നിർമ്മലും അമ്മ സാവിത്രിയും കൂടെ പോകാനായിട്ട് ഇറങ്ങുവാണ്. ആ സമയം നന്ദയും ഗൗതമും കൂടെ അരികിലുണ്ട്. പിന്നീട് നന്ദ പറഞ്ഞു, അതെ, ഇടയ്ക്ക് വരണം കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ടത് നിർമ്മല് പറഞ്ഞു, അതെ, ഇടയ്ക്ക് വരാം നന്ദേച്ചി. കാരണം എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം ഇനി ഞാൻ ഇവിടെ വന്നപ്പം മുതൽ എനിക്ക് ഒത്തിരി അധികം ഞാൻ ആഗ്രഹിക്കാത്തതിലും കൂടുതൽ സ്നേഹം തന്നെ നന്ദേച്ചിയാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അത് മാത്രല്ല, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നില്ല. സ്വന്തം പെറ്റമ്മേനെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവനാ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എന്റെ മനസ്സിൽ കുറെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ട്. എന്റെ അമ്മേനെ എനിക്ക് പൊന്നുപോലെ നോക്കണം. അതൊക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് കേട്ടത് നന്ദ പറഞ്ഞു, അത് ശരി, അമ്മേനെ നോക്കുന്നതോടൊപ്പം നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം എന്ന് പറയാ. ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു, അതിനിപ്പോ ഉണ്ടാവും തോന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല എന്ന് പറയണ. സാവിത്രി പറഞ്ഞു, ഇവിടെ വന്നോണ്ട് എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടി. അവനെ നല്ലവനായിട്ട് തിരിച്ചു കിട്ടിയല്ലോ. അതിനുള്ള നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവില്ലെന്ന് പറയണം. പിന്നീട് നന്ദയോട് പറഞ്ഞു, എന്നാ ശരി, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയണം. ഈ സമയം ഗൗതം ചോദിച്ചു, അല്ല, എന്നോട് യാത്ര പറയണില്ലേന്ന് ചോദിക്കുക, അതോ നന്ദയോട് മാത്രമേ പറയുന്നുള്ളൂ എന്ന് ചോദിക്കും. ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു, അത് പിന്നെ ഞാൻ എങ്ങനെയാ യാത്ര പറയാ? ഇനി ഈ സാറിനെന്ന് വിളിക്കാനായിട്ടുള്ള ഒരു മടി. എന്റെ മനസ്സിലെ ആഗ്രഹം ഏട്ടാന്ന് വിളിക്കാനായിരുന്നു. പക്ഷേങ്കില് ആ വിളി കാരണം ഒരു കാരണവശാലും അതിനെ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ സാറേ നിന്നെ വിളിക്കാൻ മടിയായിട്ടാ ഞാൻ യാത്ര പറയായിരുന്നേന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് ഗൗതം പറഞ്ഞു, എന്തിനാ സാറേന്ന് വിളിക്കുന്നേ? എന്നെ ഏട്ടാന്ന് വിളിച്ചൂടെ? എന്നെ ഏട്ടനായിട്ട് കണ്ടുകൂടെന്ന് ചോദിക്കുക. ഇത് കേട്ടതും നിർമ്മലിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു സങ്കടം വന്നു. പെട്ടെന്ന് ഗൗതം അങ്ങോട്ട് അടുത്തേക്ക് വരുവാണ്. നിർമ്മലിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു കെട്ടിപ്പിടുത്തൽ തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം അലിഞ്ഞുപോയി.
അല്ലെങ്കിലും നിർമ്മല ഗൗതമിന് ഇഷ്ടമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗൗതത്തിനും. പക്ഷെ അത് നിർമ്മലാണ് മനസ്സിലാക്കാതെ പോയത് ഗൗതം തന്നെ സ്നേഹിക്കുന്നുള്ളത്. ഇതൊക്കെ കണ്ടുകൊണ്ട് സാവിത്രിയമ്മയ്ക്ക് സന്തോഷമായി. പിന്നീട് നിർമ്മല പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് വരാം. ഗൗതം പറഞ്ഞു, എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ജോലി വേണം, ഒരു ജോലി കണ്ടെത്തി അമ്മേനെ നോക്കണം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്നിരുന്നത്. പോലീസ് ജീപ്പിനകത്തുനിന്ന് പോലീസുകാർ ഇറങ്ങണം. എന്നിട്ട് പറഞ്ഞു, അതെ സാർ, ഞങ്ങള് നിർമ്മലിനെ കസ്റ്റഡി എടുക്കാൻ വന്നാന്ന് പറയണേ. ഇത് കേട്ടോ ഗൗതം ചോദിച്ചു, നിർമ്മലിനെ കസ്റ്റഡി എടുക്കാനോ? അതെ, ആ സാഗർ മൊഴി വന്നിട്ടുണ്ട്, എല്ലാത്തിനും പിന്നെ സൂത്രധാരൻ നിർമ്മലാന്ന്. അപ്പൊ നിർമ്മലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വന്നേ, അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, നിങ്ങൾ എന്ത് നോൺസെൻസാ പറയണേ, ഇതിനകത്ത് നിർമ്മലല്ലാന്ന് പ്രതി എന്ന് പറയണ. സാർ, ഞങ്ങൾക്ക് മോളിൽ നിന്നുള്ള ഓർഡറാ, ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോയാൽ മതിയാവുള്ളൂ പറയണം. ഇത് കേട്ട് നന്ദയൊക്കെ വല്ലാതെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്ക് സാപത്തിറിഞ്ഞു, മോനെ. ഈ സമയത്ത് നിർമ്മല പറഞ്ഞു, ഞാൻ വരാം സാർ, എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ അയാൾ എന്നെ കൊടുക്കൂന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് നീ യാത്ര പറഞ്ഞോട്ടെ, ഞാൻ വരാമെന്ന് പറയണം. അങ്ങനെ സാവിത്രി അമ്മ എടുത്തിട്ട് പറഞ്ഞു, അതെ അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും, ഞാൻ അമ്മേനെ പൊന്നു പോലെ നോക്കും. എനിക്കറിയാം ഇത്രയും കാലം ഞാൻ തരാതിരുന്ന സ്നേഹം അമ്മയ്ക്കാൻ തരും, അമ്മ പേടിക്കും വേണ്ട, വിഷമിക്കാൻ കരയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പം നന്ദ പറഞ്ഞു, നിർമ്മൽ ധൈര്യമായിട്ട് പോയിട്ട് വാ, അതെ സാവിത്രിയമ്മയുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണം. അങ്ങനെ നിർമ്മല പോലീസ് ജീപ്പിലേക്ക് കയറുന്ന സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് ഓടി വരുന്നേ. പിങ്കി കണ്ടു പോലീസ് ജീപ്പിലേക്ക് നിർമ്മലിനെ കയറ്റുന്നത്. പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല, താനാണല്ലോ ഒറ്റുകാരി, താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ജോലിയും പോയി, നിർമ്മൽ ഇപ്പം ജയിലിലേക്കും പോകാൻ പോകുന്നു, എങ്ങനെയായി തീരും. ഒരു പക്ഷേ താൻ ഇത്ര ക്രൂരയാവാൻ പാടില്ലായിരുന്നു എന്നൊരു സോഫ്റ്റ് കോർണറൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് നിർമ്മലയും കൊണ്ട് എ ഡി ജി പിയുടെ മുന്നിലേക്ക് എത്തുവാണ്. അങ്ങനെ നിർമ്മലിനോട് ഇരിക്കാൻ പറയാണ്. അപ്പം നിർമ്മല പറഞ്ഞു, വേണ്ട സാർ, ഞാൻ നിന്നോളാം. എടോ ഇരിക്കടോ എന്ന് പറയണം. അങ്ങനെ ഇരുത്തി. തന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നറിയാം, വിളിപ്പിച്ചേന്ന്. അറിയാം സാർ, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം എൻ്റെ തലയെ കെട്ടിവെച്ച് എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാനല്ലേ. അല്ലെങ്കിലും ആ സാഗർ മുതലാളി എന്നെ കൊടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇനിയിപ്പം പണമുള്ളവൻ്റെ കയ്യിലല്ലേ പദവിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ എനിക്കിവിടെ ഒരു വിലയില്ലെന്ന് മനസ്സിലായി. ഇനി ഞാൻ നിരപരാധിയാണെങ്കിലും ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എടിജിപ്പിച്ചു, താൻ നിരപരാധിയോ? തൻ്റെ പേരിൽ ഒറ്റപ്പാലത്ത് കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോടോ, ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയണം. സാർ, കേസുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് സ്വന്തം അച്ഛനാരാന്നില്ല ഓരോരുത്തർ കളിയാക്കണ സമയത്ത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഞാൻ ചിലരുടെയൊക്കെ മൂക്കിടിച്ച് പരത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ എൻ്റെ പേരിൽ ഈ പറയുന്ന മോഷണ ശ്രമത്തിനോ അല്ലെങ്കിൽ ആരുടെയും ഒരു 5 രൂപ എടുത്തതിൻ്റെ പേരിലോ ഇന്ന് വരെ എൻ്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ല. ഞാൻ ആകെപ്പാടെ വഴക്കുണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ അച്ഛനെ ചൊല്ലിയുള്ള തർക്കത്തിന് ഒടുവിലായിരുന്നു, അല്ലാതെ വേറെ ഒരു കാര്യത്തിന് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് പറയാം. സാറിന് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കണേ ആയിക്കോ, അതും കൂടെ കൂട്ടി എന്നെ അകത്തിടാന്ന് പറയണം. ഇത് കേട്ടതും എലിജിപ്പ് ചോദിച്ചു, സത്യമാണെന്നാ പറയണെന്ന് ചോദിക്കുക. അത് സത്യം സാർ, എന്നെ വിശ്വസിക്കണമെന്ന് പറയണേ. ഞാൻ ഇന്നലെ സാറിൻ്റെ അടുത്ത് കള്ളം പറയണേ. പിന്നെ ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അയാൾക്ക് വന്നൊരു ഫോൺ സംഭാഷണം ഞാൻ കേട്ടായിരുന്നു, അങ്ങനെയാണ് എനിക്ക് വിവരങ്ങളൊക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്കറിയാം. ഇത് കേട്ടതും എലിജിപ്പ് ചോദിച്ചു, തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം സാർ, ഞാൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും, കുഴപ്പമില്ല, ജയിലിൽ തന്നെ ഞാൻ കഴിഞ്ഞോളാം. എൻ്റെ ജീവിതം അങ്ങനെ തീരട്ടെ. പക്ഷെ ഞാൻ നിരപരാധിയാണ്, ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കുഴൽപ്പണമൊക്കെ കടത്താനായിരുന്നെങ്കിൽ ഞാൻ എമ്പണ്ട വലിയ കോടീശനായി മാറിയാനും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അന്നിൻ്റെ ഒരു മുതൽ പോലും ഞാൻ ഇന്നു വരെ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയണം. അല്ല, താനീ പറയുന്നതൊക്കെ സത്യമാണ് സാർ, എന്നെ വിശ്വസിക്കണം. എനിക്ക് പ്രായമായ ഒരു അമ്മയുള്ളത്, ഇനിയുള്ള കാലത്തെങ്കിലും എനിക്ക് എൻ്റെ അമ്മേനെ നല്ല വൃത്തിയായിട്ട് നോക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയണം. താൻ പറയുന്നത് എനിക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റും? സാർ വിശ്വസിക്കണം, ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയണം. ഇത് കേട്ടത് എ ഡി ജി പറഞ്ഞു, എടോ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാണെന്നറിയാവോ? താൻ നിരപരാധിയെന്ന് പറയാൻ വേണ്ടിയിട്ടാ. നിരപരാധി എന്ന് പറയാൻ വേണ്ട, അതെ, തന്നെ വെറുതെ വിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടി പ്രയത്നിച്ച ആരാന്നറിയാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നമ്മളൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഗൗതം അങ്ങോട്ട് വരുവാണ്. ഗൗതം വന്ന് സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എ ഡി ജി പറഞ്ഞ് ഇരിക്കാൻ പറയണം. അങ്ങനെ ഗൗതം വരുന്നു. ഇതേ തനിക്ക് വേണ്ടി വാദിച്ച ആരാന്നറിയോ? ഈ ഇരിക്കുന്ന ഗൗതമാ. സാഗർ നിനക്കതിന് മൊഴി തന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമാണ് വാദിച്ചത്. നിരപരാധിനെ അറസ്റ്റ് ചെയ്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവസാനം സാഗർ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ നമ്മൾ അപമാനിക്കപ്പെടുന്ന, എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യം. അതിനേക്കാൾ ഉപരി ഒരു നിരപരാധിനെ ഒരിക്കലും ശിക്ഷിക്കപ്പെടലെന്നല്ലേ പറയണേ. അതുകൊണ്ട് ശക്തമായിട്ട് ബാധിച്ചു. അവസാനം ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഗൗതത്തിനോടൊപ്പം നിന്നു. അങ്ങനെ തന്നെ നിരപരാധിയാക്കി എന്ന് പറയണം. ഇത് കേട്ടതും അത്ഭുതത്തോട് കൂടിയിട്ട് ഗൗതത്തിനെ നോക്കുവാണ് നിർമ്മല. ഈ സമയം എ ഡി ജി പറഞ്ഞു, അന്ന് ഞാൻ ഇവനോട് ചോദിച്ചു, ഗൗതത്തിനോട് ചോദിച്ചു, ഈ നിർമ്മൽ ആരാ നിന്റെ, ഇതിനെ മാത്രം അവന് സംരക്ഷിച്ച് പിടിക്കാൻ ആരാന്ന് ചോദിച്ചു. അപ്പൊ ഇവനൊരു വാക്ക് പറഞ്ഞു, എന്താണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ്. ഇത് കേട്ടതും നിർമ്മൽ അത്ഭുതത്തോട് ഗൗതത്തിനെ നോക്കുകയാണ്. പറ ഗൗതം, എന്താന്ന് ചോദിക്കുകയാണ്. അവനെന്റെ അനിയനാന്ന് ഞാൻ പറഞ്ഞേ, കണ്ടില്ലേ,
അനിയനാന്നും പറഞ്ഞുകൊണ്ടാ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചത്. പക്ഷെ അതറിയാതെ പോയ നീ അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് ഇനിയിപ്പോ ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുവാണ് നിർമ്മല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.